തേന്മാവിൻ കൊമ്പത്ത് കൊതിച്ചതും വിധിച്ചതും ജൂൺ 29 മുതൽ എല്ലാ ദിവസവും രാത്രി 9 മണിക്ക്. എന്താടി ചായ തണുക്കുന്നു, വേണമെങ്കിൽ ഒന്ന് കുടിക്കേ. ആ ഞാൻ വന്നോളാം. വന്നാ കൊള്ളാം. ഞാൻ വേറെ ഉണ്ടാക്കി തരാനൊന്നും പോകുന്നില്ല. ഓ ശരി. ദേ, ഈ കുടുംബത്തിൽ ഇന്ന് വരെ സുശീലയെ ചോദ്യം ചെയ്യാൻ ആരും ഉണ്ടായിരുന്നില്ല. എന്നാ താൻ വന്ന ശേഷം ചില ഭാഗത്ത് നിന്ന് ചില ചോദ്യങ്ങൾ ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുയരും മുമ്പ് താൻ ഇവിടുന്ന് പോയില്ലെങ്കിൽ ദേ ഇവിടെ കിടന്ന് നരകിച്ച് ആയുസ് എടുക്കാതെ ഒടുങ്ങും താൻ. ഓർത്തു. നീ ഉമ്മ വെച്ച് കളിക്കടാ. ചായ. ആ മോർണിംഗ്. നിനക്ക് എന്നോടുള്ള ദേഷ്യമൊക്കെ മാറിയോ? എനിക്ക് ദേഷ്യം എന്തിനാ? എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ വെട്ടി തുറന്ന് പറയും. അത് ഇഷ്ടപ്പെടാത്തവർക്ക് ദേഷ്യമായിട്ടും പകയായിട്ടും ഒക്കെ തോന്നും. നിനക്ക് പറയാനുള്ളത് നീ പറഞ്ഞോ, പക്ഷേ ബാക്കിയുള്ളവർക്കും കൂടി പറയാനുള്ള സ്പേസ് തരണം. നിങ്ങളൊന്നും പറയാറില്ലല്ലോ. ആരോടും പറയാൻ പറ്റാത്ത കാര്യങ്ങൾ പ്രവർത്തിക്കുക, എന്നിട്ട് പിടിക്കപ്പെടുമ്പോ ഒരു നാണം ഇല്ലാതെ എല്ലാം ഏറ്റു പറയാ. അതിന്റെയൊക്കെ ഇടയിൽ കിടന്ന് നാണം കിടന്നത് ഞങ്ങളാ. എടോ, ഒരു തെറ്റ് പറ്റിപ്പോയി. അതെനിക്ക് ദൂർത്തടിക്കാൻ വേണ്ടിയൊന്നുമല്ല, ഒരു ബിസിനസ് തുടങ്ങാനല്ലേ, നമുക്ക് രക്ഷപ്പെടാൻ വേണ്ടിയല്ലേ. അത് അമ്മയോട് സംസാരിച്ച് അമ്മയുടെ സമ്മതത്തോടു കൂടി ചെയ്യണമായിരുന്നു. അതിനൊരു അന്തസ്സുണ്ട്. പോട്ടെ, കഴിഞ്ഞത് കഴിഞ്ഞു. നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്നോട് ഡിസ്കസ് ചെയ്ത് ഞാൻ എന്തും ചെയ്യുമായിരുന്നു. ആ സമയത്ത് എന്നെ ദിവസം വിളിക്കാറുണ്ടായിരുന്നല്ലോ. കൂടെ കൂടെ പഞ്ചരത്നത്തിൽ വരാറും ഉണ്ടായിരുന്നു. പറയണമെന്നുണ്ടെങ്കിലേ അപ്പ പറയായിരുന്നു. സോറിയിടോ, നമുക്കിനി ആ പ്രമാണം തിരിച്ചെടുക്കുന്നതിനെ കുറിച്ച് സംസാരിക്കാം. എനിക്ക് ചില വ്യക്തമായ കണക്കുകൂട്ടലൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ അതൊക്കെ സംസാരിക്കാൻ കൂടി വേണ്ടിയാ കഴിഞ്ഞ ദിവസം നമുക്ക് ഒരു മുറിയിൽ കഴിയണമെന്ന് ഞാൻ പറഞ്ഞത്. നീ അത് സമ്മതിച്ചതുമായിരുന്നു. അപ്പോഴേക്കും ആ പീതാംബര ബന്ധം മാമന്റെ മുമ്പിൽ ബോംബ് പൊട്ടിച്ചില്ലേ. എന്റെ സമയദോഷം അല്ല, എന്ത് പറയാ. മോനുണർന്നു, ഞാൻ ഒരു പാല് കൊടുക്കട്ടെ. ഒന്നും മയപ്പെട്ടിട്ടുണ്ട്. ഇനി ശരിയായിക്കോളൂ, അല്ലെങ്കിൽ വിനയൻ ശരിയാക്കി എടുക്കും. നിന്റെയൊക്കെ ഭാഗ്യം, നമ്മളിവിടെ പട്ടിണി.